വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന യുവാവിന് കൈത്താങ്ങാവാൻ കാരുണ്യയാത്ര. കിഴക്കുംകര ചെരിച്ചലിലെ വൈശാഖിന് സഹായമെത്തിക്കാൻ നാട് കൈകോർക്കുകയാണ്. കാഞ്ഞങ്ങാട് കിഴക്കുംകര ചെരിച്ചലിലെ കുതിരുമ്മൽ വീട്ടിൽ കെ വൈശാഖ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുകയാണ്. വൃക്ക മാറ്റിവെക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിവരുന്ന ഭാരിച്ച ചെലവ് വൈശാഖിന്റെ നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. നാട്ടിൽ സജീവമായി ഇടപെടുന്ന വൈശാഖിനെ ആ നാട് ഒന്നടങ്കം ചേർത്തുപിടിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. പിന്നീട് ചികിത്സാ സഹായ സ്വരൂപണത്തിന്റെ ഭാഗമായി പരപ്പ ബാനം റൂട്ടിലോടുന്ന MRS ബസിന്റെ സഹകരണത്തോടെ കാരുണ്യയാത്രയും നടത്തി. കാഞ്ഞങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ അജിത് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈശാഖിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയുള്ള ഈ കാരുണ്യയാത്ര ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മഹത്തായ കടമയാണ്. ആ കടമ ഭംഗിയായി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനും മജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ സബീഷ്, കൺവീനർ CK കൃഷ്ണൻ, MRS ബസ് ഉടമ മഹേഷ് വല്യാളൻ, കമ്മിറ്റി അംഗങ്ങളായ MV രാഘവൻ, K വിശ്വനാഥൻ, C വിജയൻ, രാജീവൻ പടിഞ്ഞാറേക്കര, ബിനീഷ് C, വിജേഷ് ചെരിച്ചൽ, രവി മക്കംവീട്, ചന്ദ്രൻ ചെരിച്ചൽ, K സുരേന്ദ്രൻ, ഷിജ്നേഷ് മണലിൽ എന്നിവർ സംബന്ധിച്ചു. ഇരു വൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന കിഴക്കുംകര ചെരിച്ചലിലെ വൈശാഖിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി നാടൊന്നാകെ ഒന്നിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് സുമനസ്സുകളുടെ സഹായം വലിയ നിലയിൽ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ MRS ബസ് ഇന്നലെ ഒരു ദിവസം വൈശാഖിന് വേണ്ടി കാരുണ്യയാത്ര നടത്തിയിരിക്കുകയാണ്. പരപ്പ ബാനം റൂട്ടിലോടുന്ന കാഞ്ഞങ്ങാട് വാഴന്നൂറടി റൂട്ടിലേക്ക് പോകുന്ന ബസ്, ആ യാത്രക്കാരെല്ലാം വലിയ നിലയിലുള്ള സഹായമാണ് വൈശാഖിന്റെ ചികിത്സക്കായി നൽകിയിട്ടുള്ളത്. കാരുണ്യയാത്രയിലൂടെ സ്വരൂപിച്ച 25,000 രൂപ ബസ് ഉടമ മഹേഷ് വല്യാളനും ജീവനക്കാരും ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചെയർമാൻ K സബീഷിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.